ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ആക്സസ് ജിംബലാണ്. ജിംബൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയാം, പക്ഷേ ചില ആളുകൾക്കെങ്കിലും അറിയാത്തതുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെറിയ തോതിലൊന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണഗതിയിൽ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നടന്നുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഇളകുമ്പോൾ വീഡിയോക്ക് നല്ല ഇളക്കം സംഭവിക്കും. അപ്പം വീഡിയോ കാണാനൊന്നും ഒരു ലുക്ക് ഉണ്ടാവില്ല, കാരണം വീഡിയോക്ക് സ്റ്റെബിലൈസേഷൻ കുറവാണെന്ന് അർത്ഥം. അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ കുഴിയിൽ ചാടുമ്പം ഇങ്ങനെ ആവും, അല്ലെങ്കിൽ തന്നെ വേണ്ട നമ്മളെ കൈ വെറുതെ ഇങ്ങനെ ഇളകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. വീഡിയോ സ്റ്റെബിലൈസർ എന്നും പറയും, അല്ലെങ്കിൽ ജിംബൽ, ചില ആളുകൾ ഗിംബൽ എന്നും പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇത് എന്തിനാണ് അൺബോക്സ് ചെയ്യുന്നത് ചോദിച്ചാൽ, മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞൊരു ജിംബലാണ് ഇത് എന്ന് നമുക്ക് പറയാം. കാരണം സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഇതുവരെ കണ്ടിട്ടുള്ളത് 5000 റുപ്യേൻ്റെ മുകളിലുള്ള ജിംബലുകളാണ്. 5000 റുപ്യ അല്ലെങ്കിൽ 8000 റുപ്യ, 10000 റുപ്യ. ഇതിന് മുമ്പ് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ അൺബോക്സ് ചെയ്ത വീഡിയോകളൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് 8000 റുപ്യ മുതലുള്ള ജിംബലുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ജിംബൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന ജിംബലാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും വില കുറഞ്ഞ ജിംബലാകുമ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസും കുറവായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ജിംബലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, എന്തൊക്കെയാണ് ഇതിൻ്റെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയൊക്കെ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റും, ഏതൊക്കെ വെർട്ടിക്കൽ രീതിയിൽ മാത്രമാണോ അതോ ഹൊറിസോണ്ടൽ രീതിയിൽ മാത്രമാണോ, ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഞാൻ ഖാദർ വളരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ 3 ആക്സസ് ആൻഡ് ഹെൽഡ് ജിംബൽ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതായത് അൺബോക്സ് ചെയ്യാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് iOS ആൻഡ്രോയിഡ് റെഡി. അതായത് iOSലും ആൻഡ്രോയിഡിലും ഇത് വർക്ക് ചെയ്യും എന്നർത്ഥം. പിന്നെ ഫോർ സ്മാർട്ട് ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോണിന് മാത്രം ആകാനാണ് ഇതിൻ്റെ സാധ്യത എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതിലുള്ള ഫീച്ചറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലുള്ള ഈ ഫീച്ചറിൽ ഒന്നാമത്തെ തന്നെ ഇത് നമുക്ക് വെർട്ടിക്കലിലും ഹൊറിസോണ്ടലിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പനോരമ വീഡിയോ എടുക്കാൻ പറ്റും. ഫേസ് ട്രാക്കിംഗ് ഇതിലുണ്ട്. അതായത് നമ്മളെ ഫേസ് വെച്ചിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് പരിശോധിച്ചെങ്കിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എടുത്തിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആം, അതായത് ഇതിൻ്റെ ആം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം ലാപ്സ്, പിന്നെ 12 മണിക്കൂർ വരെ സമയം, അതായത് ബാറ്ററി ബാക്കപ്പ്, പിന്നെ മാനുവൽ സൂമിങ്, റിയൽ ടൈം ചാർജിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് ഫീച്ചറിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമുക്ക് മറ്റ് സൈഡുകളിലേക്കൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴും വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഒരു കീസ് കാണുന്നുണ്ട്, അതായത് ഒരു പാക്കിങ് കാണുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ പൊളിച്ചെടുക്കുകയാണ്. അത് പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടൊരു ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലോക്ക് പൊളിച്ചുകൊണ്ട് എടുത്തിട്ട് ഇത് കണ്ട് ഡിവൈസ് കണ്ട് പുറത്തേക്ക് എടുക്കാം. ഡിവൈസ് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു കാണാൻ പറ്റുന്നത് ഇത് ഉപയോഗിക്കുന്നതും ഇതിൻ്റെ മറ്റ് വിവരങ്ങളും അടങ്ങിയ ഒരു പുസ്തകമാണ്, അതായത് കാറ്റലോഗ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കിയേക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ചൈനീസ് ലാംഗ്വേജാണ് കാണുന്നത്. അതായത് ഒന്നാമത്തെ പുസ്തകത്തിൽ ഇംഗ്ലീഷിലും രണ്ടാമത്തെ പുസ്തകത്തിൽ ചൈനീസിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പോഞ്ച് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മൈക്രോ USB ചാർജറിൻ്റെ ഒരു വയറ് മാത്രമാണ്, അതായത് മൈക്രോ USB കേബിൾ എന്ന് പറയാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെ ജിംബൽ തന്നെയാണ്. ജിംബൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഒടിയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ജിംബൽ ഒരിക്കലും നമ്മൾ മാനുവലായിട്ട് ഇതുപോലെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിൽ കാണുന്നത് ഒരു എന്താ പറയുക, ഒരു ടാഗാണ്. ഈ ടാഗ് നിങ്ങൾക്കറിയാം, ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മളെ കൈമേൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താഴെ വീണ് പോകുന്നത്, അബദ്ധത്തിൽ നമ്മൾ താഴേക്ക് ഇടുന്നത്, അതായത് അത്യാവശ്യം വെയിറ്റുള്ളൊരു സാധനം ആയതുകൊണ്ട് ഇപ്പം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പുറമേ നമ്മൾ ഒരു മൊബൈലും കൂടി ഇതിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഈ ഒരു ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് ഇതാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ടാഗ് എന്ന് നമുക്ക് പറയാം.
പിന്നെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് ഇൻപുട്ട്, അതുപോലെ തന്നെ USB ഔട്ട്പുട്ടും ഉണ്ട്. അതായത് നമ്മളെ മൊബൈലിലേക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇതിലുണ്ട്. പിന്നെ ഇതിലുള്ള മറ്റു ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ള ഇതൊക്കെ. ഇത് നമുക്ക് ഓരോന്നും പരിശോധിച്ച് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഡിവൈസ് ഇത് ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ജിംബൽ പ്രോ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ട് ഞാനൊന്ന് മൊബൈലിൽ ആദ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തു. ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ജിംബൽ പ്രോ ആണ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഈ ഒരു കാണുന്ന ആപ്ലിക്കേഷനാണ് ജിംബൽ പ്രോ പറഞ്ഞത്. എന്താ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഒരു ലാസ്റ്റുള്ള ഈ ഒരു ജിംബൽ പ്രോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിത് ഇങ്ങനെ അടുത്ത് വെച്ചതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മളിത് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചു അതുകൊണ്ട് ഇനി രണ്ടാമത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും. ഓക്കെ. പക്ഷേ ഇത് ഓൺ ആക്കുന്നതിൻ്റെ മുമ്പ് നമ്മളിതിലൊരു സംഭവം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു മൊബൈൽ ഇതുപോലെ കുടുക്കി കൊടുക്കുക. കുടുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കണം. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കണം എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ ഞാൻ മാനുവലായിട്ട് ഇങ്ങനെ വെക്കുക കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും. ഈ കറങ്ങി ഇങ്ങനെ ഇത് വിൽക്കാൻ പാടില്ല. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇവിടെ ഉള്ള ഈ ഒരു സെറ്റിങ്സ്. ഇത് നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുക. ഇത് ലൂസാക്കിയതിന് ശേഷം ഈ ഒരു കണ്ടീഷനിൽ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ നിൽക്കണം. അപ്പോൾ ഈ ഭാഗത്ത് കൈ തൂക്കം. വേണ്ടോ? ഇപ്പോൾ ഇത് ഏകദേശം സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ സെൻട്രലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ടൈറ്റാക്കി കൊടുക്കണം. നമ്മൾ ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഡിവൈസിന് പാകത്തിൽ ഇത് നിൽക്കണം. ഇങ്ങനെ നിന്നെങ്കിലാണ് ഇത് മികച്ച പെർഫോമൻസിൽ വർക്ക് ചെയ്യുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇത് ഓണാക്കുക. ഇപ്പോൾ ഇത് ഒരു റെഡി അല്ലാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്, കാരണം ഇത് ഓണാക്കിയിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മളിതൊന്ന് ഓണാക്കി നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കോലത്തിൽ വെച്ചെങ്കിലാണ് ഇതിൻ്റെ മികച്ച പെർഫോമൻസ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് ഓണാക്കുക. ഓണാക്കണോടുകൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സ്റ്റേ ആയി നിൽക്കുന്നത്, ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിലുള്ള ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്. ഇത് പറഞ്ഞാൽ ഒരു ജോയ്സ്റ്റിക്കാണ്. അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആവും. ഇനി നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാണ് വെക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ആവും. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ അല്ലേ, ഇത് നമ്മൾ ഓണാക്കിയതിന് ശേഷം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാനുവലായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പാടില്ല. നമ്മളെ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ബട്ടൺ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതിൽ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂം ഔട്ട് ചെയ്യാനും സൂം ഇന്നും ചെയ്യാനും പറ്റും. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വേറൊരു ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ക്യാപ്ചർ എടുക്കാനും ഒക്കെ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും പറയുകയാണ്. 5 വോൾട്ടിൻ്റെ ചാർജർ ഇൻപുട്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മളെ മൊബൈലിലേക്ക് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് മൊബൈലിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓഫാക്കുകയാണ്. ഓഫാക്കിയപ്പോൾ തന്നെ അത് പോയത് കണ്ട. ഇനി നമ്മൾക്ക് പരിശോധിക്കാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് ഞാൻ ഓണാക്കുകയാണ്. ഓക്കെ, ഓണാക്കി അതിന് ശേഷം അതിൽ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സ്ക്രീനിൽ കാണാൻ പറ്റും ഇത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും മെൻഡർ ക്യാമറ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ബ്ലൂടൂത്ത് ഐക്കണുണ്ട്. ഇത് നമ്മൾ ഓണാക്കിയതിന് ശേഷം ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ക്യാമറൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇവിടെ വീഡിയോ മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷന് ഇതൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫോക്കസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ റിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞു, ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോക്കസ് പറഞ്ഞാൽ സാധാ ഫോക്കസ് ഉണ്ട്, പിന്നെ നമ്മളെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഫോക്കസും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വെച്ചെന്നാൽ തന്നെ ഒരു ഫേസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ് ഇളകുന്നതിനനുസരിച്ച് ക്യാമറ മൂവ് ആവും ഓട്ടോമാറ്റിക്കലി. നമ്മളൊന്നും ചെയ്യേണ്ട. പിന്നെ ഒരു അനക്കം കിടന്ന കേട്ടോ, അതായത് ഫേസിനനുസരിച്ച് ക്യാമറ മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഞാൻ എങ്ങോട്ട് പോയാലും അവൻ്റെ ഫേസിനനുസരിച്ച് പാകത്തിൽ ഈ ഒരു ക്യാമറ മൂവ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്ഷനുകളൊക്കെയാണുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഇത് മറ്റു ക്യാമറയും, അതായത് നമ്മൾ സാധാരണ ഈ ഒരു ജിംബൽ ഉപയോഗിക്കാതെയും ജിംബൽ ഉപയോഗിച്ചാണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവത്തിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത് 3000 രൂപയ്ക്കാണ്. 3000 രൂപ എന്ന് പറഞ്ഞാൽ ഞാനിവിടുത്തെ 16 റിയാലിനാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന 8000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10000 രൂപയ്ക്കോ അല്ലെങ്കിൽ 15000 രൂപയ്ക്കൊക്കെ വാങ്ങുന്നതിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമ്മൾ ഈ ഒരു 16 റിയാലിന്, അതായത് 20 റിയാലുള്ള ഈ ഒരു 3 ആക്സസ് ജിംബൽ വാങ്ങിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.